Hi guys, I am Sreekumar. In this video, I am going to flipkart feature. That is pay later feature flipkart started. That is flipkart product purchase നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് കൊടുക്കാം എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ഒരു പുതിയ ഫീച്ചർ ഫ്ലിപ്കാർട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കുക അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ സൗജന്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീകുമാർ ടോക്സ്. ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് ബൈ നൗ കൊടുക്കുമ്പോൾ നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞ് കണ്ടിന്യൂ കൊടുക്കാൻ നേരത്ത് നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ വരുമല്ലോ. അപ്പോൾ പുതിയതായിട്ട് നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷൻ കാണാൻ കഴിയും, ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ. ഓക്കെ, ഇപ്പോൾ ഞാൻ കണ്ടിന്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് പർച്ചേസ് ആവും. ഓൾറെഡി നോർമലി വരുന്നത് പോലെ തന്നെ നമ്മുടെ അഡ്രസ്സിൽ കറക്റ്റ് ടൈമിൽ തന്നെ വരും. എനിക്ക് പൈസ ഇപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് ഇപ്പോൾ കൊടുക്കേണ്ടതില്ല, പിന്നീട് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഫീച്ചറിനെ പറ്റിയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ എത്ര രൂപ നിങ്ങൾക്ക് അവൈലബിൾ ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഹോം പേജിൽ പോയ ശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് മൈ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും ഓപ്പൺ ആവുന്നത്. ഇതിൽ നിങ്ങൾക്ക് മൈ ഓർഡർ, മൈ വാലറ്റ് അങ്ങനെയൊക്കെ കാണാൻ കഴിയും. അവിടെ പുതിയതായിട്ട് ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം 5000 രൂപ, അതായത് എനിക്ക് ഫ്ലിപ്കാർട്ട് തരുന്നത് 5000 രൂപയുടെ പേ ലേറ്റർ ഓപ്ഷനാണ്. ഇത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാവുന്നവർ കാണാൻ കഴിയും. അതിന് തൊട്ട് മുമ്പിലായിട്ട് 207 നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത് ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതിനെനിക്ക് ഫ്ലിപ്കാർട്ട് പ്ലസിൻ്റെ ഒരു കോയിനും കിട്ടിയിട്ടുണ്ട്. ഈ 207 രൂപ എനിക്കിപ്പോൾ അടയ്ക്കേണ്ടതില്ല, എനിക്ക് ഐറ്റം വന്നതിന് ശേഷം പിന്നീട് അടച്ചാൽ മതി. അതായത് നിങ്ങൾ ഈ മാസം പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5000-ന് താഴെയാണ് എനിക്ക് ഇത് ചെയ്യാനായിട്ട് കഴിയുന്നത്. ഈ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്ത മാസം 10-ാം തീയതിക്ക് മുമ്പ് അത് അടച്ചാൽ മാത്രം മതി. അതായത് ഐറ്റം വരുമ്പോൾ അടയ്ക്കേണ്ടതായിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ നോക്കാം, ഇതിൻ്റെ ബെനിഫിറ്റും. അതിനായിട്ട് ഫ്ലിപ്കാർട്ട് പേ ലേറ്ററിന് താഴെ കാണുന്ന വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ളത് എടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ എമൗണ്ട് നമുക്ക് ഇപ്പോൾ അടുത്ത മാസം 10-ാം തീയതി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഏതെങ്കിലും നമ്മുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അതല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് വഴിയോ നമുക്ക് അടയ്ക്കാനായിട്ട് കഴിയും. ഇപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ കാണിക്കുന്നുണ്ട്, ഒന്നുകൂടെ കൊടുക്കാം. പിന്നീട് ഇതിലുള്ള മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതുവഴി ഒരു ഐറ്റം പർച്ചേസ് ചെയ്ത് ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് ഇൻസ്റ്റൻറ്റ് റീഫണ്ടാണ്, അവിടെ അപ്പോൾ തന്നെ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും, ഞാൻ 2 ഐറ്റം സെലക്ട് ചെയ്തിരുന്നു, അതിനുശേഷം അത് ക്യാൻസൽ കൊടുത്തിരുന്നു, എനിക്ക് എമൗണ്ട് അപ്പോൾ തന്നെ ക്രെഡിറ്റ് ആയതായിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ അൺസെറ്റിൽഡ് എമൗണ്ടായിട്ട് 207 കാണുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പേ കൊടുത്ത് നമ്മുടെ ഏതെങ്കിലും ഓൺലൈൻ ബാങ്കിങ്ങോ അതല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡ് വഴിയോ പേ ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റി ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചോദിക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും. അതുകൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. എന്താണ് ഡിസ്ലൈക്ക് ചെയ്യുന്നതിൻ്റെ കാരണം കൂടെ കമൻറ്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. നിങ്ങൾക്ക് മറ്റൊരു ടെക്നോളജിപരമായ വീഡിയോയുമായി കാണാം. ഞാൻ ശ്രീകുമാർ, സൈനിങ് ഓഫ്.